നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കല്ലേ? ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു മത്തിക്കറി വെക്കാം. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ച കുരുമുളക് അരച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുരുമുളകിൻ്റെ ഒരു മരമാണ്. വലിയൊരു മരമാണ് കേട്ടോ. ഇതിൽ നിറച്ച് കുരുമുളകുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് എരിവ് വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അതായി കണ്ടില്ലേ, ഇത്രയും കുരുമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക്, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഉള്ളി, പിന്നെ ഒരു 2 പിടിയോളം തേങ്ങ, ഇത്രയാണ് അരയ്ക്കുന്നത്. എന്നിട്ട് അരച്ചെടുത്തിട്ട് അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ മൂത്ത് വന്നപ്പോഴത്തേക്ക് കടുക് ചേർത്തു, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ അടുപ്പിൽ വെക്കുമ്പോൾ ടേസ്റ്റ് ഡബിൾ ആകും കേട്ടോ. ഇനി നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. ഈ അരപ്പ് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത്. അപ്പോൾ ആ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ആ പച്ച ചൊവയൊക്കെ അങ്ങ് മാറി കിട്ടും. നല്ലതുപോലെ അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഈ കളറിലായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ അരച്ച മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കപ്പയ്ക്കും ചോറിനും ഒക്കെ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്യണം. നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കണമെന്നില്ല, കാരണം മത്തിയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ മത്തിക്ക് ഒരുപാട് വേവൊന്നുമില്ലല്ലോ വലിയ മീനുകളെ പോലെ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഗ്രേവി എത്ര വേണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് അടച്ച് വെക്കാം ഇത്. അപ്പം അത് കറി തിളച്ച് വന്നിട്ടുണ്ട്. തുറന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് മത്തി അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. മത്തി, അയല, ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങനെ കറി വെക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞൊരു ദിവസം അയല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ മത്തി വെച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമായി മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ടാറ്റാ.